ടേസ്റ്റി ആയിട്ടുള്ള ചക്കപ്പഴം പുട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അതിനായിട്ട് സാധാരണ പുട്ടിന് നനച്ചതുപോലെ പൊടി നനച്ചെടുത്തതുണ്ട്. തേങ്ങ ചിരകിയത്, വരിക്കച്ചക്കപ്പഴം ക്ലീൻ ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്തത്, പൊടി എത്രത്തോളം ഉണ്ടോ അതിനാവശ്യമായ തേങ്ങയും ചക്കപ്പഴവും ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. പുട്ടും കുമ്പത്തിലാണ് നമ്മൾ ഉണ്ടാക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അടിവശത്ത് തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിനകത്ത് നിറച്ച് കൊടുക്കുക. ചിലർ നടുക്കായിട്ട് തേങ്ങയിട്ട് കൊടുക്കാറുണ്ട്, 2 പീസുകളായിട്ട് തിരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ അടിയിലും മേൽവശത്തും മാത്രമാണ് തേങ്ങയിട്ട് കൊടുക്കുന്നത്, കാരണം തേങ്ങ അതിനകത്തിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചിരട്ടപ്പുട്ട് മേക്കറിൽ ചെയ്യുന്നവർക്ക് അങ്ങനെയും അത് ആവി കയറ്റി എടുക്കാനായിട്ട് കഴിയും. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, നമുക്ക് ആവി കയറ്റി എടുക്കാം. നല്ലതുപോലെ ആവി വന്നതിന് ശേഷം ഒരു 2 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യണം. ചക്കപ്പഴം നല്ല രീതിയിൽ വെന്തെങ്കിലാണ് അതിൻ്റെ മധുരവും ടേസ്റ്റും ഒക്കെ നമുക്ക് ആസ്വദിക്കാനായിട്ട് കഴിയുള്ളൂ. നന്നായിട്ട് ആവി കയറിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ടേസ്റ്റി ആയിട്ടുള്ള ചക്കപ്പഴം പുട്ട് റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഫുഡാണിത്. നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.